ഹായ്, ഏവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ലുംബിനിയിൽ നിന്ന് ഇറങ്ങാണ്. ലുംബിനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പൊക്രയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടുന്ന് പൊക്രയിലേക്ക് ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട്. ഞാൻ മുറിയെടുത്ത സ്ഥലമാണിത്, ലുംബിനി ഗസ്റ്റ് ഹൗസ്. കുഴപ്പമില്ല, നമ്മുടെ നാട്ടിൽ 375 രൂപയ്ക്ക് മുറി കിട്ടി, ഇവിടുത്തെ 600. അതായത് ഇന്ത്യ നേപ്പാൾ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ 100 രൂപ ഇവിടെ എത്തിക്കാൻ 160 ആവും. കുഴപ്പമില്ല, ലാഭകരമാണ്. പിന്നെ വൈഫൈ ഉണ്ട്, കുഴപ്പമില്ലാത്ത മുറിയാണ്. എന്നാലും ഇന്ത്യയിൽ പോലും കിട്ടിയില്ലേ 375 രൂപയ്ക്ക് മുറി. വണ്ടിയൊക്കെ നല്ല പൊടിയായിട്ടുണ്ട്, കാരണം ഇവിടുന്ന് ലുംബിനിക്കുള്ള വഴി നല്ല സാമാന്യ പൊടിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പോകുന്നത് അതുവഴിയല്ല, സിദ്ധാർത്ഥ് നഗർ വഴിയാണ് വന്നത് സൊനോലിയിൽ നിന്ന്. ഇനിയിപ്പോൾ പോകുന്നത് ബുട്ടൗൾ വഴിയാണ്, വേറൊരു വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ പൊടി ഇനി സഹിക്കണ്ട. എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഫോറസ്റ്റ് പോലത്തെ ഏരിയ അല്ലേ, ഇതിൻ്റെ പിറകിലാണ്, ഇതിൻ്റെ അപ്പുറത്തുള്ള കോമ്പൗണ്ടിലാണ് നിറയെ മൊണാസ്ട്രികളും ലുംബിനിയിലെ മൊണാസ്ട്രിയും അതേ വീട്ടമ്പളൊക്കെ ഉള്ളത്. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെയും ഇന്ത്യയിൽ ഒരു ഫീൽ കിട്ടാണ്ട്. ഷോക്കായി പോയി. ഞാൻ ഇത്ര നേരം ഒരു 3/4 മണിക്കൂർ ഓടിച്ച് കറങ്ങി തിരിഞ്ഞ് വീണ്ടും പഴയ സ്ഥലത്തെത്തി. അതായത് ഈ മൊണാസ്ട്രി ചുറ്റി, ഞാൻ മൊണാസ്ട്രിയുടെ കോമ്പൗണ്ട് ഏരിയ മൊത്തം ചുറ്റി. എന്താ സംഭവിച്ച്, എവിടുന്നോ കട്ട് ചെയ്യാണ്ടല്ലോ, കട്ടിങ് വിട്ടുപോയി. മാപ്പ് ഓഫ്ലൈൻ മാപ്പ് മൊബൈലുണ്ട്, പക്ഷെ അത് സ്ട്രൈറ്റ് എന്നാണ് കൊടുത്ത്. ഞാൻ സ്ട്രൈറ്റേ പോയിട്ടുള്ളൂ, എന്തായാലും മാപ്പ് നോക്കിയിട്ടാണ് ഇപ്പോൾ. കഷ്ടം. മൊത്തം 12 കിലോമീറ്ററോളം ചുറ്റി. യാത്രക്കിടയിൽ വഴി തെറ്റുന്ന സ്വാഭാവികമാണ്, പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും പഴയ സ്ഥലത്തിൻ്റെ എത്തുക പറഞ്ഞാൽ അത് നമ്മൾ ഭ്രാന്തെടുപ്പിക്കും. ഞാൻ 1/2 മണിക്കൂർ മുമ്പ് പാസ് ചെയ്ത സ്ഥലത്തൂടെയാണ് വീണ്ടും പോണത്. നേപ്പാളിലെ പെട്രോൾ പമ്പാണ്. ഒരു ലിറ്റർ പെട്രോളിന് 108 രൂപ, 108 നേപ്പാളീസ് മണി. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 70 രൂപയുടെ താഴെ ഉള്ളൂ, 60-ൻ്റെ 70-ൻ്റെ ഇടയിലുള്ളൂ. ഒരു ലിറ്റർ പെട്രോളിന് 65 രൂപ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൻ്റെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10 രൂപ അധികം ഇളവുണ്ട്. നമ്മുടെ ഇന്ത്യൻ്റെ കയ്യിൽ നിന്നാണ് ഒരു പെട്രോൾ വാങ്ങണേ. ഇന്ത്യ എല്ലാവിധ ലാഭവും ടാക്സും ഒക്കെ എടുത്തിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഇവരുടെ ടാക്സ്, ഇവരുടെ സർവീസ് എല്ലാം ആണ് എന്നിട്ട് 65 രൂപയ്ക്ക് പെട്രോൾ ഇവർക്ക് വിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു അയൽ രാജ്യത്തിനോടുള്ള സ്നേഹം പോലും സ്വന്തം രാജ്യത്തെ പ്രജകളോട് നമ്മുടെ ഗവൺമെൻറ്റിന് ഇല്ല എന്നുള്ളൊരു തോന്നൽ രീതി നമുക്കുണ്ടാവാം. അയൽ രാജ്യത്തിന് എല്ലാ ലാഭം എടുത്തിട്ട് വിൽക്കുന്ന പെട്രോൾ പോലും അതേ റേറ്റിന് സ്വന്തം രാജ്യത്തെ പ്രജകൾക്ക് വിൽക്കാൻ സന്നദ്ധരാവുന്നില്ല നമ്മുടെ ഗവൺമെൻറ്.
പിന്നെ പെട്രോൾ പമ്പിൽ വേറെ ഫെസിലിറ്റീസ് ഒന്നുമില്ല, പെട്രോൾ മാത്രം. അല്ലാതെ വെള്ളം കുടിക്കാനോ മൂത്രം ഒഴിക്കാനൊന്നും പെട്രോൾ പമ്പിലേക്ക് പോകാനില്ല. അതിൽ ഫെസിലിറ്റീസ് ഇല്ല. മെഷീൻസൊക്കെ പഴയതാണ്, പെട്രോൾ അടിക്കുന്ന മെഷീനൊക്കെ പഴയ മെഷീൻസാണ്. നേപ്പാളിലെ ബുട്ട്വാൾ എന്നൊരു പട്ടണമാണിത്. ഇതുവഴി എങ്ങനെ കട്ട് ചെയ്തിട്ടാണ് പൊക്കറയ്ക്കുള്ള റോഡിലേക്ക് ഇറങ്ങി. ഒരു മലയടി വാരത്തിൽ കൂടെയുള്ള യാത്രയാണ്. പൊക്രയിലേക്ക് ഇവിടുന്ന് 140 കിലോമീറ്ററുണ്ട്. റോഡിൻ്റെ അവസ്ഥ പറയാതിരിക്കാനല്ലേ. നേപ്പാളിൽ എവിടെയും അധികം നല്ല റോഡൊന്നുമില്ല, നല്ല റോഡ് കുറവാണ്. എല്ലായിടത്തും പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും, അതായത് ഒരു 1.5 വർഷം മുമ്പ് വരുമ്പോൾ റോഡിൻ്റെ ഒക്കെ അവസ്ഥ ഇതുപോലെ തന്നെ ഇത്ര പരിതാപകരമല്ല. അതുകൊണ്ട് ഇപ്പോൾ നല്ല കട്ടപ്പൊളി റോഡായിരിക്കും. വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം, നല്ല ക്ഷീണമുണ്ട്. ഒന്നത് ഈ വളവ് മാത്രമുള്ള റോഡുകളിൽ, വളഞ്ഞു പോണ റോഡായതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. കുറച്ച് എന്തെങ്കിലും റെസ്റ്റ് എടുക്കാം. നേപ്പാളിലെ പൊക്രയിലേക്കുള്ള യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ കാണാം. ഇതുവരെ ഗുഡ് ബൈ.